പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജസ്ന. ഞാൻ മാനന്തവാടിയിൽ നിന്ന് വരുന്നു, വയനാട്ടിലെ. 2023 നവംബറിൽ ഇവിടെ ധ്യാനം കൂടി വന്ന ഒരു ആൻറ്റിയുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ഉത്തരീയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കൊന്ത ഇട്ടിട്ടുള്ളത് കൊണ്ട് ഉത്തരീയം മാറ്റി വെച്ചു. ഏകദേശം 8 മാസത്തോളം അതെൻ്റെ അലമാരയിലിരുന്നു. ഒരു ദിവസം ഒരു 2024 സെപ്റ്റംബറിൽ ഞാൻ അലമാര തുറന്നപ്പോൾ ഉത്തരീയം കണ്ടു. എനിക്കൊരു ഉൾവിളി ഉണ്ടാവുകയാണ്, നീ ഇത് ധരിക്ക് അങ്ങനെ. അപ്പം ഞാനതെടുത്ത് ധരിച്ചു. കറക്റ്റ് ഈ ഉത്തരീയം ധരിച്ച് 3-ാമത്തെ ദിവസം എൻ്റെ തലയിൽ തേങ്ങ വീണു. ഭാഗ്യം എന്ന് പറയട്ടെ, എൻ്റെ തലയ്ക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. നല്ല ഉയരത്തിൽ നിന്ന് നല്ല കരിക്കീന്ന് തേങ്ങയിലോട്ട് പാകാവുന്ന നല്ലൊരു തേങ്ങയാണ് വന്ന് വീണത്. ശരിക്കും നിലയിലൊന്ന് വീണു, നെറുകന്തലയിൽ വീണു. എന്നിട്ട് കാര്യമായിട്ട് എനിക്കൊന്നും പറ്റിയില്ല. CT, ബ്രെയിൻ, MRI, ബ്രെയിൻ, സ്പൈനൽ കോഡ് എല്ലാം എടുത്തു. എൻ്റെ തലയ്ക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. വലിയ ദൈവിക സംരക്ഷണമാണ് കേട്ടോ. പക്ഷെ എനിക്ക് എന്താന്ന് വെച്ചാൽ ആ തേങ്ങ വീണ് കഴിഞ്ഞിട്ട് എക്സ്റേയിൽ കഴുത്തിന് വളവ് ഉണ്ടായിരുന്നു. അപ്പൊ കഴുത്തിന്റെ വളവ് നമ്മൾ കോളറൊക്കെ ഇട്ട് ശരിയാക്കി. അങ്ങനെ ഓർത്തോ ഡോക്ടറെ കണ്ടു, അവരുടെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു. പക്ഷെ എനിക്ക് കഴുത്ത് മുതൽ സ്പൈനൽ കോഡ് വരെ ഭയങ്കര വേദനയാണ്. ഒരു 10 മിനിറ്റ് പണിയെടുത്താൽ അരമണിക്കൂർ നീണ്ടു നിവർന്ന് കിടന്നിട്ടേ എനിക്ക് അടുത്ത പണി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം MRI, ബ്രെയിന്, സ്പൈനൽ കോഡ് എടുത്തു. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഉടനെ ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് കഴിഞ്ഞ് ആയുർവേദത്തിലോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ആയുർവേദം ട്രീറ്റ്മെൻറ്റ് ഏകദേശം കഴിഞ്ഞിട്ട് എനിക്ക് ഈ വേദന പോകുന്നില്ല. ഞാൻ എൽറുഹയിലെ ധ്യാനത്തിന് ബുക്ക് ചെയ്തു. 2025 ജാനുവരി 5 തുടങ്ങുന്ന താമസിച്ചുള്ള ധ്യാനത്തിന് ബുക്ക് ചെയ്തു. ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ബ്രദർ ഇവിടെ വിളിച്ചു പറയുകയുണ്ടായി, തേങ്ങ, പാറ്റ, അതുമായി സംബന്ധിച്ച ആൾക്കാർ. അപ്പോൾ എനിക്ക് ആ ബ്രദറിൻ്റെ അടുത്ത് തന്നെയാണ് കൗൺസിലിംഗ് കിട്ടിയത്. അപ്പോൾ ബ്രദർ എന്നോട് ചെന്ന വട ചോദിച്ചു, നിൻ്റെ നട്ടിലിന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ബ്രദറിനോട് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഞാൻ അത് തന്നെയല്ലേ അവിടെ വിളിച്ചു പറഞ്ഞത്, അങ്ങനെ എന്നോട് ചോദിച്ചത്. എന്നിട്ട് ബ്രദർ പ്രാർത്ഥിച്ചു, എന്നോട് പറഞ്ഞു ഈശോ തൊടുന്നുണ്ടെന്ന് പറഞ്ഞു. റാഫേലച്ചൻ നെക്സ്റ്റ് 2 ദിവസത്തെ ആരാധനയുടെ സമയത്തും ഈ മെസ്സേജ് തന്നെ പറഞ്ഞു, തേങ്ങ തലയിൽ വീണ വ്യക്തിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ തലേൻ്റെ ബേക്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു ഹാർഡായിട്ട് മുഴ പോലെ ഉണ്ടായിരുന്നു. അപ്പം ബ്രദർ അവിടെ തൊട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ അവിടെ ഒന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു. ആ ഹാർഡ്നെസ് മാറി സോഫ്റ്റ് ആയ പോലെ എനിക്ക് തോന്നി. പിന്നെ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് പോയാൽ പിന്നെ ഇപ്പോൾ 1 വർഷമായി ഞാൻ ഇതിനു വേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല. പരിപൂർണ്ണ സൗഖ്യമാണ്. നന്ദി പറഞ്ഞേ, കണ്ടോ, പരിപൂർണ്ണ സൗഖ്യം. 1 വർഷം കഴിഞ്ഞു കേട്ടോ, 1 വർഷം കഴിഞ്ഞു. അതുപോലെ എൻ്റെ മോൾക്ക് 5 വയസ്സിൽ തുടങ്ങിയത്, ഇപ്പം മോൾക്ക് 10 വയസ്സുണ്ട്. ഒക്കെ അലർജീൻ്റെ അസുഖം ഉണ്ടായിരുന്നു, രാവിലെയും വൈകുന്നേരം തുമ്മൽ. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മരുന്ന് കുറേ എടുത്തു, പിന്നെ ഹോമിയോപ്പതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ബ്രീത്തിൽ ബാഡ് സ്മെല്ല് വരും. അപ്പം ഞാനിവിടെ വഴക്ക് പറയും, നീ ശരിക്കും പല്ല് തേക്കാൻ്റെന്നൊക്കെ പറയും. അപ്പം എനിക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഇത് ഇവളുടെ പല്ല് തേക്കാത്ത പ്രശ്നമല്ല, ബ്രീത്തിൽ വരുന്നതെന്ന് മനസ്സിലായി. ഞാനിവളെ കൊണ്ട് ഡോക്ടറെ കാണിക്കും. അപ്പം ഡോക്ടർ മരുന്ന് തരും, അത് കഴിച്ചു കഴിയുമ്പോൾ ആ സ്മെല്ലങ്ങ് പോവും. കൊച്ചിന് തുമ്മലും ഉണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ, മരുന്ന് കഴിച്ച് 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ ഇതേ അവസ്ഥ. അപ്പം ഞാൻ ജപമാല കൊണ്ട് പ്രാർത്ഥിച്ചു. കൊച്ചിൻ്റെ മൂക്കിലും തൊണ്ടയിലും വെഞ്ചിരിച്ച് ഒലീവ് ഓയിൽ പുരട്ടി കൊടുക്കുമായിരുന്നു. ഇപ്പം 3 മാസമായിട്ട് തുമ്മലും ഇല്ല, ഈ ബാഡ് സ്മെല്ലും വരാറ്. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ സ്നേഹമുള്ളവരെ, അച്ഛന് കിട്ടിയ ദൈവസ്വര സന്ദേശമായിരുന്നു. ദൈവസ്വര സന്ദേശമാണ്. മൂക്കിന് അസുഖമുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അത് ദൈവസ്വരം കിട്ടിയതാണ് കേട്ടോ, വേറെ ഒരു സ്ഥലത്തൊന്നും നമ്മൾ ഊഹിച്ച് കണ്ടുപിടിച്ചതൊന്നല്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവസ്വരം കിട്ടിയതാണ്. മൂക്കിന് അസുഖമുള്ളവർ മൂക്കിൽ ഈ വിറ്റ്സ് വെട്ടണ പോലെ ഒലിവ് ഓയിൽ പുരട്ടുക. അത് തുമ്മലായിരിക്കാം, മൂക്കൊലിപ്പായിരിക്കാം, അല്ലെങ്കിൽ ജലദോഷമായിരിക്കാം, അല്ലെങ്കിൽ അഡിനോയിഡായിരിക്കാം, ദശവളം അടഞ്ഞിരിക്കുന്ന, ഇങ്ങനെ എന്ത് മൂക്കിൻ്റെ വളവായിരിക്കാം, എന്താണെങ്കിലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. വിറ്റ്സ് പുരട്ടണ പോലെ മൂക്കിനുള്ളിൽ ഈ ഒലിവ് ഓയിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. കണ്ടല്ലേ, ഈ സഹോദരി അങ്ങനെ ചെയ്ത്, കൊച്ചിനെ അങ്ങനെ ചെയ്തു കൊടുത്തു. പരിപൂർണ്ണ സൗഖ്യമാണ്. എത്ര പേർക്ക് സൗഖ്യം. ഓപ്പറേഷനൊക്കെ ഇതേ ഒക്കെ മാറ്റി വയ്ക്കുകയാണ്. ഉദാഹരണം പറയാൻ നേരമില്ല അച്ഛന്. എൻ്റെ 3ാമത്തെ സാക്ഷ്യം, എൻ്റെ 2ാമത്തെ മോള് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആൾ ഇച്ചിരി ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, അടങ്ങിയിരിക്കില്ല ക്ലാസ്സിൽ. PTA മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോഴും ടീച്ചേഴ്സ് പറയും ഭയങ്കര മിരുമിരുപ്പാന്ന് പറയും. അപ്പം ഞാൻ ഇവിടെ ആരാധനയുടെ സമയത്ത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അച്ഛൻ കറക്റ്റ് എൻ്റെ അവളുടെയും കൂടെ പേര് ചേർത്ത് വിളിച്ചു പറഞ്ഞു. അപ്പം ഞാനോർത്ത് ഇത് ഇച്ചിരി മോഡേൺ പേരാണല്ലോ, അച്ഛൻ ഇതെങ്ങനെയാണ് മനസ്സിലാക്കിയെന്നൊക്കെ ഓർത്തു. ഇവിടെ വിളിച്ചു പറഞ്ഞ ഇവിടെ ധ്യാനത്തിലല്ല 2025 വന്നപ്പോ. എന്നാ പേര് കൊച്ചിന്റെ? എലൈന.
ആ ഓണപരീക്ഷയ്ക്ക് പ്രോഗ്രസ് കാർഡ് വാങ്ങാൻ ചെന്നപ്പം ടീച്ചർ എന്നോട് ചോദിച്ചു, നീ ഇവിടെ എവിടെ എന്താ ചെയ്തേ? ഓണപരീക്ഷ എഴുതി പോയ കൊച്ചല്ല, വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പം ഭയങ്കര പക്വത, ഭയങ്കര അടക്കം. നല്ലൊരു കൈയടി കൊടുത്ത് ഇത്രയേറെ അനുഗ്രഹം തന്ന് ഈശോയ്ക്കും മാതാവിനും അന്തോണീസ് പുണ്യാളനും 1000 നന്ദി.